വിശന്ന് വലഞ്ഞ കുറേ ആളുകൾ. അവർ പല അഭിപ്രായക്കാരാ, പല ആദർശക്കാരാ, പല ആശയക്കാരാണ്. വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് ഒരു ഭക്ഷണത്തിനകത്ത് നിറയെ പാത്രത്തിലേക്ക് ഭക്ഷണം കിട്ടി. ഈ ഭക്ഷണപാത്രം അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നബിത്തങ്ങൾ ഉദാഹരണം പറയാ, ആ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ സമുദായം എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ചുറ്റുമിരിക്കുന്നവർ പല അഭിപ്രായക്കാരാ. ഒരാൾ പറയും 3 ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും 33 കോടി ദൈവമാണ് ഉള്ളത്, വേറൊരാൾ പറയും അല്ല ആ ദൈവങ്ങളൊന്നുമല്ല ഈ ദൈവമാണ് ശരി. ഇങ്ങനെ പല ദൈവങ്ങളെ പറ്റി പറയുന്നവരാണ് അതിനകത്തുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ പേര് തല്ലുപിടിക്കുന്നവരും ഇതിനകത്തുണ്ട്. പക്ഷെ എല്ലാവർക്കും വിശപ്പാണ്. ഈ വിശക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വിഷയങ്ങളും അല്ല അപ്പം അജണ്ട. പിന്നെ വിശപ്പിൻ്റെ പരിഹാരം കാണുക. വിശന്നവരുടെ പരിഹാരമാർഗം എന്താ? തിന്നാ കുടിക്കുക. അതാണ്. ഇങ്ങനെ ചുറ്റും വിശന്നിരിക്കുന്ന ആളുകൾ ഈ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം എടുക്കുന്ന അവസ്ഥയിലേക്ക്, ആ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്തേക്ക് സമുദായം എത്തുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും നിങ്ങൾക്കെതിരാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബീനാ റസൂലുള്ളാഹി. ഇന്നങ്ങനെയാണോ? 2 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ അവരാദ്യം വെക്കണ കരാർ എന്താണെന്നറിയോ? തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഏതായി തീവ്രവാദം? എന്താണ് ഈ തീവ്രവാദം? ഇവിടെ കുരിശുമാല ഇട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. ചന്ദനക്കുറി തൊട്ടവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. കുടുമി വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. കൃഫാൻ വെച്ചവൻ ബോംബ് പൊട്ടിച്ചാൽ തീവ്രവാദമാവില്ല. താടിയും നിസ്കാരത്തയമ്പുമുള്ളവൻ തീവ്രവാദിയാണ്. നമസ്കാരത്തയമ്പും ഫർദായും ഹിജാബുമുള്ളവൾ തീവ്രവാദിനിയാണ്. ഇതല്ലേ ഇന്ന് ലോകത്തിന്റെ ചിത്രം അല്ലേ? അപ്പൊ തീവ്രവാദം അമർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പോരാടാം. അതാണ് അതിന്റെ നേർക്ക് നേരമായന. 2 രാഷ്ട്രത്തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ ആദ്യം വെക്കുന്ന കരാർ ഇതാണ്: തീവ്രവാദം അമർച്ച ചെയ്യാൻ ഒരുമിച്ച് പോരാടാം. ഇങ്ങനെ ആഗോളതലത്തിൽ എല്ലാവരും നിങ്ങൾക്ക് എതിരാകുന്ന ഒരു കാലഘട്ടം. എല്ലാവരും ഒരുമിച്ച് ഒരു ഭാഗത്ത്, നിങ്ങൾ മാത്രം മറുഭാഗത്ത്. അങ്ങനെയുള്ളൊരവസ്ഥയല്ലേ? ജൂത, നസാറ, മജൂസികൾ, സിഖുകാർ എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ മനുഷ്യവിഭാഗങ്ങളും മതവിഭാഗങ്ങളും മുസ്ലിം സമുദായത്തിനെതിരായി. ചിലർ പറയും അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടാണ്. കാക്കാമാരെ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടല്ലേ ബാക്കി എല്ലാവരും നിങ്ങൾക്കെതിരായത്? അല്ലടോ, പിന്നെ ഇവരുടെ കയ്യിലാണ് നീതി, മുസ്ലിമിന്റെ കയ്യിലാണ് സത്യം, മുസ്ലിമിന്റെ ഭാഗത്താണ് ധർമ്മം, മുസ്ലിമിന്റെ ഭാഗത്താണ് യുക്തി, മുസ്ലിമിന്റെ ഭാഗത്താണ് ബുദ്ധി. ഇതെല്ലാം മുസ്ലിമിന്റെ ഭാഗത്താകുമ്പോൾ മറുഭാഗത്ത് ഇതിന്റെ എല്ലാം നേരെ എതിരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമാവും. ഇത് ഇന്നുള്ളതല്ലടോ. ഈ മുസ്ലിം സമുദായം ലോകത്ത് ന്യൂനപക്ഷമായി ഒറ്റപ്പെടുക എന്നുള്ളത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. ഇന്ന് അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മാത്രം. ഇത് മുമ്പേ ഉള്ളതാ. അതാ ഖുർആനിന്റെ പരാമർശം. ഇത് അൻതും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർളി തഖാഫൂന യതഖത്തഫകുമുൻ നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിന ത്വയ്യിബാതി ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യരെ, നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ മുസ്ലിം സമുദായം എന്നും ന്യൂനപക്ഷമാണ്. സത്യം പറയുന്നവർ ന്യൂനപക്ഷമാ, അസത്യം പറയുന്നവർ ഭൂരിപക്ഷമാ. നീതി നടപ്പിലാക്കുന്നവർ ന്യൂനപക്ഷമാ, അനീതി നടപ്പിലാക്കുന്നവർ ഭൂരിപക്ഷമാ. സമാധാനം ആഗ്രഹിക്കുന്നവർ ന്യൂനപക്ഷമാ, സംഘർഷം ആഗ്രഹിക്കുന്നവർ ഭൂരിപക്ഷമാ. സ്വർഗത്തിന്റെ അവകാശികൾ ന്യൂനപക്ഷമാ, നരകത്തിന്റെ അവകാശികൾ ഭൂരിപക്ഷമാ. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടിട്ടല്ല. ഇന്ന് ലോകത്ത് മുസ്ലിം സമുദായം സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗം മുഴുവൻ അസത്യത്തിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാൻ. ആകാശത്തിന്റെ താഴെ പലിശ എന്ന് പറയുന്ന സമ്പ്രദായം, പലിശ ലോകത്ത് സമാധാനം തരുവോ?
പലിശ ലോകത്ത് നിഷിദ്ധമാണെന്ന് പറയുന്ന ഒരേ ഒരു സംസ്കാരം പരിശുദ്ധ ഖുർആൻ മാത്രമേ ഉള്ളൂ. ഹറമല്ലാഹു റിബ അഹല്ലല്ലാഹുൽ ബൈഅ. പലിശ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം അല്ലാഹു ഹലാലാക്കിയിരിക്കുന്നു. ആകാശത്തിന്റെ താഴെ പലിശ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? പലിശ കൊണ്ടിട്ട് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ പറ. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമല്ല, ഒരു നാടല്ല, രാജ്യം തന്നെ പലിശ കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇപ്പൊ തൊട്ടടുത്തുള്ള ശ്രീലങ്കയ്ക്ക് തന്നെ സംഭവിച്ചത് എന്താ? കടമെടുക്കുകയാണ്. കടമെടുക്കും, ഇത് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ പലിശയോടുകൂടി അടക്കണ്ടേ. അടക്കാൻ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ തകരും. അതാണ് സാമ്പത്തിക തകർച്ച. ഇന്നും അമേരിക്ക നിലനിൽക്കുന്ന പലിശ കൊണ്ടാ. അറബികളുടെ പണം അവൻ വാങ്ങിച്ചവിടെ. അമേരിക്കയുടെ നല്ലൊരു ശതമാനം ആളുകളെയും ഇന്ന് ഭക്ഷിപ്പിക്കുന്നത് മുസ്ലിങ്ങളാ. സൗദി കൊണ്ടുവന്ന് എത്ര വട്ടാളക്കാരെ ഇട്ടിരിക്കുന്നത് തീറ്റ കൊടുക്കണമെന്നും പറഞ്ഞ്. അതുങ്ങൾ പാവങ്ങളായതുകൊണ്ട് അത് പോട്ടെ, അതവിടെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കുകയാണ്, ആകാശത്തിന്റെ താഴെ പലിശയെ എതിർക്കുന്നവർ നിങ്ങളല്ലാതെ വേറെ ആരുണ്ട്? എന്നാ മുസ്ലിയാരെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഒരു പെരയുണ്ടാക്കണം. ആധാരം കൊണ്ടൊന്ന് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുത്ത് വീടുണ്ടാക്കലല്ലാതെ വീടുണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയോ? മാമിൻ മുസ്ലിമൻ മുസ്ലിമൻ ഖർളൻ. ഒരു മുസ്ലിമിന് മറത്തൈനി, ഒരു മുസ്ലിമിന് 2 പ്രാവശ്യം വായ്പ കൊടുത്താൽ ഇല്ലാമാ കാന സദഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 2 പ്രാവശ്യം സദഖ ചെയ്തതിൽ മറത്തൻ, ഒരു പ്രാവശ്യത്തെ സദഖയായി അല്ലാഹു തആല കബൂലാക്കുമെന്ന് നബീന റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ 100 രൂപ ഒരാൾക്ക് സഹായം കൊടുത്താൽ 50 രൂപ സദഖ ചെയ്ത സ്ഥാനത്താണ് നബീന റസൂലുള്ളാഹി. സാമ്പത്തികത്തിന് പരിഹാരമായോ? പണം ഉള്ളവനോട് വച്ചുകൊണ്ടിരിക്കാനല്ല ഇസ്ലാം പറയുന്നത്. കടം നിമിത്തങ്ങൾ പറയാ. ഇസ്രായിന്റെ രാത്രിയിൽ, മിഹ്റാജിന്റെ രാത്രിയിൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, സദഖ ചെയ്യുന്നതായ ആളുകൾക്ക് 10 പ്രതിഫലം, കടം കൊടുക്കുന്ന ആളുകൾക്ക് 18 പ്രതിഫലം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, മലക്കേ എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ കാരണം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, പിന്നെ സദഖ ചോദിക്കുന്നവൻ അവന്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. കടം വാങ്ങിക്കുന്നവൻ അവന്റെ ആവശ്യത്തിനേ വാങ്ങുകയുള്ളൂ എന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം. കടം ചോദിക്കുന്ന ആൾ ഇന്ന് ഒരാളുടെ അടുത്ത് കടം മേടിച്ചു, നാളെ വേറെ അടുത്ത് കടം മേടിക്കും, അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? കടം മേടിക്കണവൻ അവന്റെ ആവശ്യത്തിന് മേടിക്കുന്നു, പിന്നെ ഇല്ല. ചോദിക്കണവൻ അങ്ങനെയല്ല, അവന്റെ അടുത്ത് ഉണ്ടെങ്കിലും ചോദിച്ചുകൊണ്ടേയിരിക്കും. യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടിട്ടാ. നാളെ മഹ്ശറയിൽ ഏറ്റവും നിന്ദ്യമായി യാചകന വരുന്നെന്ന് നബീന റസൂലുള്ളാഹി. മുഖത്ത് ഒരു തുള്ളി മാംസമില്ലാതെ. തങ്ങളുടെ വിശദീകരണം അങ്ങനെയാ. അതുകൊണ്ട് കൈ നീട്ടണ പരിപാടി ഉമർ റളിയല്ലാഹു തആല വേണ്ടിയില്ലേ ഓടിച്ചില്ലേ? പള്ളിയുടെ വാതിൽക്ക് ഒരാൾ വന്നിരിക്കുന്നു, നിവൃത്തിയില്ല. ഒരാളോട് വിളിച്ചു പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊണ്ട് എന്തിനു ഭക്ഷണം കൊടുക്കും. 2ാമത്തെ ദിവസം ആ പടപ്പ് അതേ സ്ഥലത്ത്, നിവൃത്തിയില്ല, വിശക്കുന്നുണ്ട്, കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. 3ാമത്തെ ദിവസം കണ്ടപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇവന്റെ ഈ ബാഗും കൂടി മേടിച്ചു. ഈ പൊതിയും കൂടി മേടിച്ചിട്ട് അഴിച്ചു നോക്കിയപ്പോ അതിനകത്ത് നിറച്ച് ഗോതമ്പ്, റൊട്ടി, മൈദ, മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളും നാണയത്തുട്ടുകളും നേരെ കൊണ്ടുവന്ന് ഒട്ടകത്തിന്റെ കൂട്ടിലേക്ക് വലിച്ചീറിയിട്ട് കൊടുത്തു. അവനെ അടിച്ചോടിച്ചു. അതാ ഉമർ റളിയല്ലാഹു അൻഹു. യാചന തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പൊ യാചിക്കുന്നവൻ ഇങ്ങനെ യാചിച്ചുകൊണ്ടേയിരിക്കും, അവന്റെ ശൈലി അതാണ്. കടം മേടിക്കുന്നവൻ അങ്ങനെയല്ല. അപ്പൊ 100 രൂപ ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്താൽ 50 രൂപ സദഖ ചെയ്ത പ്രതിഫലമാണെന്ന് പറയുമ്പോൾ പലിശനെ നിരുത്സാഹപ്പെടുത്തിയില്ലേ? ഇനി എങ്ങനെ കടം കൊടുക്കും മുസ്ലിയാരെ? തിരിച്ചു തന്നില്ലെങ്കിലോ? അതിന്റെ പേരാണ് അമാനത്ത്, പണയം കൊടുക്കുക. ഇസ്ലാം അനുവദിച്ചതല്ലേ? ഒരു വാച്ച് ഞാൻ ഊരി അങ്ങോട്ട് തരികയാണ്, ഹബീബ് ഒരു 100 രൂപ തന്നെ, ഇൻഷാ അല്ലാഹ് ഈ 31-ാം തീയതി ഞാൻ തിരിച്ചു തരാം. 31-ാം തീയതി ആ രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വാച്ച് വിറ്റിട്ട് എൻ്റെ പൈസ തന്നിട്ട് ബാക്കി, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ എടുത്തിട്ട് ബാക്കി എന്തുണ്ട് അതെനിക്ക് തന്നേരെ, പൊരുത്തക്കുറവില്ല. ഇതാണ് പണയം. ആ വാങ്ങുന്ന വാച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് നിയമം. ഇന്ന് യഥാർത്ഥത്തിൽ പണയത്തിന്റെ പേരിൽ നടക്കുന്നത് കൊള്ളപ്പലിശയാണ്. ഇന്ന് പലിശ രാജാക്കന്മാർ പൊങ്ങിയത് എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ പലിശ അനുകൂലിക്കുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ പലിശ എതിർക്കുന്നവർ നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടില്ലേ?
മറ്റവരെല്ലാം ഒറ്റക്കെട്ട്, നിങ്ങൾ മാത്രം ന്യൂനപക്ഷം മാറി. നിങ്ങൾ ഒറ്റപ്പെടേണ്ട ഒരു പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗം അനീതിയുടെ ഭാഗത്ത് നിൽക്കുന്നു. അത് ഏത് വിശ്വാസമാകട്ടെ, ലോകത്തുള്ള ഏത് മതവിശ്വാസവും ആകട്ടെ, എല്ലാം പലിശയ്ക്ക് അനുകൂല, നിങ്ങൾ മാത്രം പലിശയ്ക്കെതിരാ. പണയം കൊടുക്കാം, സ്വർണ്ണാഭരണം മേടിച്ചു വയ്ക്കാം, ഭൂമിയുടെ ആധാരം മേടിച്ചു വയ്ക്കാം, ടൈം വെക്കണം, ഇന്ന സമയത്തിന്റെ ഉള്ളിൽ എൻ്റെ പണം തന്ന് നീ തിരിച്ചെടുക്കണം, തിരിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ ഈ സ്വർണ്ണാഭരണം വിൽക്കും, അതെ അതിന് ഞാൻ സമ്മതമാണ്, എഴുതണം. സ്വർണ്ണാഭരണം നിങ്ങൾ കൊണ്ടുപോയി വിൽക്കണം, നിങ്ങളുടെ പണം എടുക്കണം, ബാക്കി പൈസ കൊടുക്കണം. ആ സ്വർണ്ണാഭരണം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. വീട് പണയം തന്നാൽ ആ വീട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് വിഷയം. അപ്പൊ അത് പലിശയായിട്ട് മാറും. ഇന്ന് യഥാർത്ഥത്തിൽ പണയവും ഹറാമായ വഴി. അപ്പൊ പണയം കൊടുത്തുകൊണ്ടിട്ട് കടം കൊടുക്കാം. കടം കൊടുക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക ഞെരുക്കത്തിനെ സമൂഹത്തിന്റെ ഇടയിൽ ഇല്ലാതെയാക്കി കളയാൻ. ഇതല്ല ഈ ലോകത്തുള്ള 2.5% സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ലോകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ സാഹോദര്യവും സമത്വവും വിഭാവന ചെയ്യുന്നത് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇവിടെ വേറെ ഏത് മതക്കാരൻ കാശുണ്ടാക്കിയാലും അവന്റെ പോക്കറ്റിലിരിക്കും. നീ കാശുണ്ടാക്കിയാൽ നിന്റെ പോക്കറ്റിൽ വെക്കാൻ പാടില്ല. 100 രൂപയ്ക്ക് 2.5 രൂപ ഇങ്ങോട്ട് മാറ്റിക്കൊള്ളും, ബാക്കി 97 രൂപ എടുക്കാം. ആ 2.5 രൂപ സാധുവിന്റെ അവകാശമാണ്. അത് ഔദാര്യമായിട്ട് കൊടുക്കണമല്ല, അവന്റെ അവകാശമാണ്. ഇങ്ങനെ പറയുന്ന ഒരു മതം എവിടെയുണ്ട്? അപ്പൊ സാമ്പത്തിക വിഷയത്തിൽ നീ ഒറ്റപ്പെട്ടു, മറ്റവരെല്ലാം മറുഭാഗത്തായി. നീ ഒറ്റപ്പെട്ടതിന്റെ ഉദാഹരണം പറയണേ. ആകാശത്തിന്റെ താഴെ വ്യഭിചാരത്തിനെ എതിർക്കുന്ന ഒരേ ഒരു സംസ്കാരം നിന്റേതല്ലാതെ വേറെ ലോകത്തൊന്നുമില്ല. വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന. പുരുഷന്മാരെ, സ്ത്രീകളെ, നിങ്ങൾ പരസ്പരം അന്യവരാണെങ്കിൽ തമ്മിൽ നോക്കാൻ പോലും പാടില്ല. അന്നദറു സഹമും മിൻ സിഹാമി ഇബ്ലീസ് അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ചുമ്മാ 2-3 പറയുന്നുള്ളൂ. നിന്റെ കയ്യിലിരിപ്പുണ്ടാടാ മുസ്ലിമെ നിന്നെ ഒറ്റപ്പെടുത്തേക്കണേ, ബാക്കി എല്ലാവരും നല്ലതാന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ നല്ലതല്ലടാ, നീ കൊള്ളരുതായ്മയിലാ നിൽക്കുന്നത്. മുസ്ലിം എല്ലാം നല്ലതിലാ നിൽക്കുന്നത്. നല്ലതിനെ എതിർത്തുകൊണ്ടിട്ടാണടാ നീ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്തേക്കണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ആകാശത്തിന്റെ താഴെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞാൽ കാണൽ കൊണ്ടിട്ടാണ് പ്രശ്നമെന്ന്. തമ്മിൽ കാണുമ്പോൾ കണ്ണുടക്കി ആണ് അങ്ങോട്ട് നോക്കുന്നതിനേക്കാൾ ഗൗരവം പെണ്ണ് ഇങ്ങോട്ട് നോക്കല്. തങ്ങളുടെ ഭാഷ ഉണ്ടോ? അന്നദറതു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ആണിന്റെ നോട്ടത്തിന് വലിയ ഗൗരവം കൊടുത്തില്ല. ആണിന്റെ നോട്ടം നബിത്തങ്ങൾ പറഞ്ഞു അന്നദറു സഹമും മിൻ ഇബ്ലീസ്. ആണിന്റെ നോട്ടം ശൈത്താനിന്റെ അമ്പ്, പെണ്ണിന്റെ നോട്ടം സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. കണ്ടോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പെണ്ണിന്റെ നോട്ടം വിഷം നിറച്ച അമ്പ്, ആണിന്റെ നോട്ടം അമ്പ്, അതിനകത്ത് വിഷമില്ല എന്ന് പറഞ്ഞാൽ ആണിന്റെ നോട്ടത്തിൽ വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെ നോക്കിയോണ്ട് ഇങ്ങനെ നടക്കും. അത് അവിടെ നവീസ, അവിടെ പാത്തുമ്മ, അവിടെ ഷരീഫ, അവിടെ കയ്യാമ, അവിടെ പാത്തുമ്മ, അതിനൊക്കെ ഇതിനെ കെട്ടാനല്ല. ഇങ്ങനെ മുമ്പ് നോക്കല് തന്നെ. അതിലൊരു കാര്യമില്ല. ചുമ്മാ ഈ ചില്ലപ്പട്ടി കുറച്ചുകൊണ്ട് നടക്കണമായിരിക്കും. കഴുത്തൽ വെറ്റില്ലാത്ത പട്ടിയിലേക്ക് കുറച്ചുകൊണ്ട് നടന്ന ആൾക്കാർ ചെന്ന് നോക്കുക, എൻ്റെ ഉള്ളിൽ പട്ടി കുറയ്ക്കണില്ല, അതിൻ്റെ പണിയത് ആ കുറച്ച് ഇങ്ങോട്ട് പോകും. ആ സ്ഥാനത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ പെണ്ണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാലോ കുടുങ്ങി. അതാണ് ഇങ്ങോട്ട് തിരിച്ചു നോക്കിയപ്പോൾ ഇവന്റെ ഉള്ളിൽ വിഷം കയറി. അതാ സഹമും മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. പെണ്ണ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സംഗതി മാറി. അപ്പം തന്നെ ഇവൻ സമയം നോക്കും. 10:10 നാളെ 10 മണിക്ക് ഇവിടെ വന്ന കശീനെ കാണാം. ഉണ്ടാ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി. കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണേ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. മഹാനായ തഴവ ഉസ്താദിന്റെ പിന്നാലെ സിറാത്ത് കടക്കാൻ ഈ മഴയത്തി രാത്രിയിൽ അല്ലാഹ് ഈ മജ്ലിസ് സമ്മേളിച്ച ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തരണ റഹ്മാനേ. ഈ കേരളത്തിൽ ഒറ്റ വഴുതനില്ല ഈ തഴവ ഉസ്താദിന്റെ 2 വരിയെങ്കിലും പാടാത്തൊരു വഴുതൻ എനിക്ക് തോന്നുന്നുള്ള ഉണ്ടാവും. വല്ല അർത്ഥം എന്ന് പറഞ്ഞാലോ ഒരു അർത്ഥം വേണ്ട, കേട്ടാ അപ്പം തന്നെ മനസ്സിലാവും.
പെണ്ണിൻ്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, നേരിട്ട് കണ്ടാലുണ്ടു ഗുണ്ടാവണ്ടി. ഗുണ്ടാവണ്ടിയായില്ലേ? കണ്ടിട്ടിരിക്കാൻ നേർച്ചയാണ്, 2 നാളെ 10 മണിക്ക് വരാം. ഉണ്ടാ നേർച്ചയാക്കി. കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. കാന്തത്തിൻ്റെ അടുത്തേക്ക് ഇരുമ്പ് വെച്ചാലും ഇരുമ്പിന് കാന്തം വെച്ചാലും ഓക്കെയാ, രണ്ടും മുട്ടും. ഇത് വ്യഭിചാരത്തിന്റെ തുടക്കമാണ്. അതാ നബി തങ്ങൾ പറയണേ, നോക്കല്ലേ. നോക്കിയപ്പോ കണ്ണു കുടുങ്ങി. പിറ്റേ ദിവസം വന്നു, പരസ്പരം ഒന്ന് മിണ്ടി. അടുത്ത ദിവസം കണ്ടു, മിണ്ടി, ഒന്ന് തൊട്ടു. ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്. ഇവിടെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പെൺകുട്ടികളുള്ള ഉമ്മായി ഉപ്പായി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, മക്കളെ കലാലയങ്ങളിലേക്ക് വിടുമ്പോ ചുമ്മാ അങ്ങ് വിടല്ലേ. ഇടയ്ക്ക് നിങ്ങൾ ഒരു വേഷം മാറിയിട്ട് അല്ലെങ്കിൽ വല്ല കോട്ടൊക്കെ ഇട്ട് മോള് ബസ് കാത്തു നിൽക്കുന്ന ആ സ്റ്റോപ്പിൽ കൂടെ ചുമ്മാ ഒന്ന് പോണം. ഏത് കലാലയത്തിന്റെയും ഫ്രണ്ടിൽ ചെന്ന് നോക്കിക്കോ, തട്ടനിട്ട പെൺകുട്ടിയുടെ അടുത്ത് ആൺകുട്ടി ഉണ്ടാവും. ഒരു ഹിന്ദു കുട്ടിയെ നോക്കിക്കോ, ക്രിസ്ത്യാനി കുട്ടിയെ നോക്കിക്കോ, അവൾ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും മാന്യമായി നിൽക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിലെ പെൺകുട്ടികൾ ഇന്ന് അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ, ഈ ലോകത്ത് ഇങ്ങനെ പരസ്പരം കാണല്ലേ എന്ന് അനുശാസിക്കുന്ന നിഷ്കർഷിക്കുന്ന ഒരു മതം വേറെ ഉണ്ടെങ്കിൽ പറ. അപ്പൊ നിങ്ങളൊരു ഭാഗത്തായോ? അതുകൊണ്ടാണ് പെൺകുട്ടികളെ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖുർആൻ പറയാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുറഫന വലാ യൗദൈൻ. നബിയെ തങ്ങളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, മുസ്ലിം വനിതകളോട് അവരുടെ ജിൽബാബ് അത് മാറിലേക്ക് ഇറക്കിയിടാൻ പറ. അതവർ പതിവ്രതകളാണെന്ന് തിരിച്ചറിയാനും അവരെ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും വേണ്ടിയാണ് ഖുർആൻ. ഇതിന്റെ പേരാണ് ഹിജാബ്. ഇപ്പൊ പ്രശ്നം ഉണ്ടായില്ലേ? ഹിജാബ് ഇടുമ്പോ ഈ മുഖത്തേക്ക് ഇങ്ങനെ ഇറക്കിയിടുന്ന തുണി കഷ്ണത്തിനാണ് ഇത് പറയാം. ഇത് ഇത്രയും പോരാന്ന്. പിന്നെ ഖുർആൻ പറയുന്നു അതിങ്ങനെ താഴത്തേക്ക് ഇറക്കിയിടണം. നമ്മുടെ ഈ രാജ്യത്തൊക്കെ ഒരു 10-35 കൊല്ലം മുമ്പ്, ഇവിടെ ഇരിക്കുന്ന നരച്ചവരോട് ഞാൻ ചോദിക്കാം, ഒരു 10-35 കൊല്ലം മുമ്പ് ഒരു ഹിന്ദു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു 2-ാം മുണ്ടുണ്ടാവും. ആ മുണ്ട് ഇങ്ങനെ അങ്ങ് ഇടും. അവള് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തും. കണ്ടിട്ടത്? ഇതാണ് ഈ ഹിജാബ് എന്ന് പറയണേ. എന്ന് പറഞ്ഞാൽ ഇവിടെ മറക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. പുരുഷന് ആകർഷകത്വം തോന്നാൻ സാധ്യതയുള്ള സ്ഥലമാണത്. അത് അന്യ പുരുഷന് ദർശനം കിട്ടാതെ മറക്കണേ. അതാണ് ഹിജാബ്. ഇന്നിപ്പോ അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. 6 കൊല്ലം ഇരുന്ന് പഠിച്ച കുട്ടി പരീക്ഷ എഴുതാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നപ്പോൾ ഹിജാബ് മാറ്റണമെന്നൊറ്റ ഡിമാൻഡ് മാത്രം. പരീക്ഷാ ഹാളിലേക്ക് സൂപ്പർവൈസറോട് ചെന്ന മുസ്ലിം വനിതയാകുന്ന ടീച്ചറോട്, സൂപ്പർവൈസറോട് ഹിജാബ് മാറ്റിയാൽ മാത്രമേ പരീക്ഷ നടത്താൻ അനുവദിക്കൂ എന്നുള്ള നിയമം. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയും പറഞ്ഞു പറ്റില്ല എന്ന്. അവളെ പരീക്ഷ എഴുതിച്ചില്ല. സൂപ്പർവൈസറെ ജോലിയിൽ നിന്ന് പിരിച്ചും വിട്ടു. ഇതൊക്കെ ഉണ്ടായതാ ഇന്ത്യ രാജ്യത്ത്. എന്ത്യേ ബഹുമാനികളെ, ഈ ഹിജാബിനോട് എന്താ ഇത്ര വൈരാഗ്യം വന്നേ? നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആക്രമിക്കുന്നത്, ഉപദ്രവിക്കുന്നത്, വിഷമിപ്പിക്കുന്നതല്ല. പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെപ്പോൾ ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ? എന്താ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത്? ഇന്നത്തെ വാർത്ത എന്താ? ഇനി നാളെ പത്രത്തിൽ വരാൻ പോണ വാർത്ത എന്താ? എത്രയോ വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ബഹുമാനികളെ. ഉള്ള പള്ളികളെല്ലാം ആക്രമിക്കുന്ന അവസ്ഥ. കുത്തുബ് മിനാറിനെ വേറെ പേരാക്കാൻ പോവുകയാണ്. താജ്മഹലിന് വേറെ പേരാക്കാൻ പോവുകയാണ്. ചെങ്കോട്ടയ്ക്ക് വേറെ പേരാക്കാൻ പോവുകയാണ്. അക്ബർ റോഡിന് വേറെ പേരാക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇന്നലെ മുതൽ മറ്റൊരു പിന്നെ കാശിയിലെ ഒരു പള്ളിക്ക് വേറെ പേരാക്കാൻ പോവുകയാണ്. ബാബരി മസ്ജിദിന്റെ പേര് വേറെ. എടുത്തോ, നിങ്ങൾക്കൊന്നും ഇതുണ്ടാക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങളുണ്ടാക്കിയത് തന്നെയാണ്. കോടിക്കണക്കിന് വിദേശ നാണ്യം ഇന്ത്യ രാജ്യത്തിന് നേടിത്തരുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല ഈ പറയുന്നതൊക്കെ അല്ലേ? ഇതെല്ലാം മുസ്ലിം സമുദായത്തിന്റെ സംഭാവനകളല്ലാതെ പിന്നെ എന്താ? ഇതെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ലാതെയാക്കിക്കൊണ്ട് ഈ എന്തോ ഉദ്ദേശിച്ചിരിക്കുക. ഇവരെയും ഇവരുടെ ചിഹ്നങ്ങളെയും ഈ ലോകത്തു നിന്നും തേച്ചു മാച്ച് കളയുക. എന്നിട്ട് ഞങ്ങൾക്ക് സുഖമായി താമസിക്കുക. ലോകത്തത് സാധിക്കില്ല. ലോകം വലിയ അരാജകത്വത്തിലേക്കും വലിയ അസ്വസ്ഥതയിലേക്കുമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനൈക്യം ഒരിക്കലും സന്തോഷത്തിൻ്റെ ലക്ഷ്യമല്ല. സംഘർഷം ഒരിക്കലും സന്തോഷത്തിൻ്റെ ലക്ഷണമല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കപ്പൽ കാണാത്ത നബിത്തങ്ങൾ അനൈക്യത്തിനൊരു ഉദാഹരണം പറഞ്ഞത് കപ്പലിനെ എടുത്തിട്ടാ. കപ്പലിന്റെ താഴെ തട്ടിൽ അവർണർ, കപ്പലിന്റെ മേലെ തട്ടിൽ സവർണർ. എന്തൊരു ഉദാഹരണം നോക്കി. താഴെ തട്ടിലും മേലെ തട്ടിലും ഉള്ളവർക്ക് കുടിക്കാനുള്ള ശുദ്ധജലം മുകളിലത്തെ തട്ടിൽ. അപ്പൊ അവർണർ മുകളിലേക്ക് കയറി വരണം കുടിവെള്ളം എടുക്കണമെങ്കിൽ. സവർണറുടെ ഇടയിൽ കൂടി കുടിവെള്ളം എടുക്കാൻ വന്നപ്പോൾ സവർണർക്ക് അസ്വസ്ഥത. അങ്ങനെയാണല്ലോ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ. അത് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ ചെയ്യും, ഇവിടെ ഒന്നും വെള്ളം എടുക്കാൻ പറ്റൂല. എതിർത്തില്ലേ? നിങ്ങൾ വേണ്ട, ഞങ്ങൾ മതി. താഴെ കിടന്നവർക്ക് ദാഹം സഹിക്കാൻ പറ്റാതെയായി, ശുദ്ധജലം കിട്ടാനില്ല. എന്നാ ഉപ്പ് വെള്ളം കുടിച്ചിട്ടെങ്കിലും മരിക്കാം. നബി തങ്ങളുടെ ഉദാഹരണം ഇത്. കപ്പലിന്റെ അടിയിലെ പലക ഇളക്കി, കപ്പലിനകത്തേക്ക് വെള്ളം കയറി, മൊത്തം മുങ്ങി. ലോകത്തിതാണോ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. മുൻ DGP എന്തൊട്ടാണ്, പിന്നെ അലക്സാണ്ടർ ജേക്കബ്, ഒരു വഴുതു പറയുന്ന DGP ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. അദ്ദേഹം വഴുതു പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കേട്ടതാ, എത്ര ശാന്തനായ പൂച്ചയാണെങ്കിലും മുറിക്കകത്ത് കയറ്റി വാതിലിട്ടിട്ട് അതിനെ അടിച്ചാൽ പൂച്ച തിരിച്ചു കടിക്കും. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അധികാരം തകർക്കാനോ, സർക്കാരിനെ അട്ടിമറിക്കാനോ, ടാക്സ് കൊടുക്കാതിരിക്കാനോ, രാജ്യത്തിനെ ഒറ്റുകൊടുക്കാനോ, തീവ്രവാദികളാകാനോ ഒരു നിലയ്ക്കും ആരെയും ഉപദ്രവിക്കാതെ തികച്ചും ശാന്തമായി, സമാധാനമായി, ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച് ശാന്തതയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുസ്ലിം ഉമ്മത്തിനെ ആക്രമിച്ച് ഇല്ലാതെയാക്കാന്നുള്ള നയത്തിലേക്ക് പോകുന്നതെങ്കിൽ കപ്പൽ മുങ്ങുന്നതിനാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അള്ളാഹു ഇവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്നറിയോ, ഈ ഹിജാബിനെ എതിർക്കാനും നിങ്ങളെ എതിർക്കാനും ഒക്കെ കാരണം എന്താണെന്നറിയോ, ഹിജാബ് എന്ന് പറയുന്നത് മറയ്ക്കുന്ന സാധന, ശരീരത്തിൽ മറയ്ക്കുക. ഒരു മറയ്ക്കുന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ മറയ്ക്കാത്ത സംവിധാനത്തിൽ നിലനിൽപ്പില്ല. ശ്രദ്ധിക്കണം എല്ലാവരും. ഇത് ഏക ഇലാഹിലെ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ ബഹുദൈവ ആരാധനയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ല. എല്ലാ രംഗത്തും ഇങ്ങനെ. ഇതാ ഖുർആൻ പറഞ്ഞേ, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാരൻ ഹസദാ. നിങ്ങളോടൊരു വൈരാഗ്യം അവർക്കില്ല. നിങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ആദർശവും ആശയവും ഇവിടെ നിലനിന്നാൽ ഞങ്ങളുടെ ഈ യുക്തിരഹിതമാകുന്ന, ബുദ്ധിശൂന്യമാകുന്ന, ഈ വികൃതമാകുന്ന വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും നിലനിൽപ്പില്ല. അതുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുക. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതാണ് ഇന്ന് വിഷയമുള്ളൂ. നിങ്ങളുടെ ഈ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ മുറുക്കി അടച്ചിരിക്കുകയാണ് നട്ടപ്പകല്. എന്നിട്ട് ഇവർ വിളിച്ചു പറയുന്നു, ഇപ്പോൾ നട്ടപ്പാതിരിയാണ്. ചിലരതിന്റെ ഇടയിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നട്ടപ്പകല്. അപ്പൊ ഇവർ വിളിച്ചു പറയും, നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇപ്പോൾ നട്ടപ്പകലാണ്. അങ്ങനെ കണ്ണു തുറന്നതാണ് ഈ അടുത്ത ദിവസം മക്കയിൽ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ശബരി എന്ന് പറയുന്ന ഫാത്തിമ ശബരി. അതിനു മുമ്പുണ്ടായില്ലേ ഒരു പിന്നെ ഹാദിയ. അതിന് മുമ്പുണ്ടായില്ലേ കമലാശ്വരി. എന്തോരം ഇവിടെ ഉണ്ടായി കമലാശ്വരിയ. ഇവരൊക്കെ കണ്ണൂർ നോക്കി, എടാ ഈ മുസ്ലിങ്ങളെയും ഈ സംസ്കാരത്തിനെയും എന്താണ് ഇവരിങ്ങനെ എതിർക്കുന്നത്? എന്നാൽ ഞങ്ങൾ ഇതൊന്ന് തുറന്നു നോക്കട്ടെ. തുറന്നു നോക്കിയപ്പോൾ അവർ വെളിച്ചം കണ്ടു. ഈ വെളിച്ചം കാണൽ കൂടി വരും. വലു കരിഹൽ മുശ്രിക്കൂൻ. 1.5 മാസം മുമ്പ് ഡൽഹിയിൽ ഒരു സമ്മേളനം ഉണ്ടായി. പത്രത്തിൽ വാർത്ത വന്നു. എൻ്റെ അടുത്ത് പത്രം ഇരിപ്പുണ്ട്. മാധ്യമം പത്രത്തിലാണ് ഞാൻ വായിച്ചത്. ഞാൻ ഡൽഹിയിൽ പോയില്ല. ആ സമ്മേളനം ഈ രാജ്യത്തിനെ തകർക്കാൻ മാത്രം അജണ്ടയായി വരുന്ന, എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ വംശനാശം നടത്താൻ വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായ മനുഷ്യൻ ഒരു പ്രസംഗം നടത്തി. ശ്രദ്ധിക്കണം എല്ലാവരും. എന്താണെന്നറിയോ, 2029-ന്റെയും 2039-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം പ്രധാനമന്ത്രി ഭരിക്കും.
നിങ്ങൾ ഉറങ്ങണവർ ഉറങ്ങിക്കോട്ടോ, നമ്മളെ കൊണ്ട് വേറെ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. ഉറങ്ങാത്തവർ കേട്ടോ. 2029, ഇത് ആരാ പറയണേ? ഒരു കാക്കായല്ല പറയണേ, മുസ്ലിയാരല്ല പറയണേ. 2029-ന്റെയും 39-ന്റെയും ഇടയിൽ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഒരു മുസ്ലിം പ്രധാനമന്ത്രിയായിരിക്കും. നിർത്തിയില്ല വാർത്ത. അയാൾ പ്രസംഗിക്കുകയാണ്, ഇന്ത്യയിലെ 50% ഹിന്ദുക്കളും സ്വയമനസാല ഇസ്ലാമിലേക്ക് പോകും. ഞങ്ങൾക്കൊരു അങ്കലാപ്പുമില്ല, മുസ്ലിം സമുദായത്തിന് ഒരു അസ്വസ്ഥതയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാടോ ഈ അങ്കലാപ്പ്? എന്തിനാണ് ഈ അസ്വസ്ഥത? മനുഷ്യൻ കണ്ണു തുറക്കുമ്പോൾ വെളിച്ചം കാണുകയാണ്, വെളിച്ചത്തിലേക്ക് മനുഷ്യൻ ഒഴുകിപ്പോവുകയാണ്. ഇത് നേരെ ഖുർആൻ പറഞ്ഞതാ, വലൗ കരിഹൽ മുശ്രികൂൻ. നിങ്ങൾ എത്ര എതിർത്താലും എത്ര തടഞ്ഞു നിർത്തിയാലും ഇത് ലോകത്ത് വ്യാപിച്ച് തന്നെ നിൽക്കുന്ന ഒരു സംസ്കാരമാണ്, ഒരു ആദർശമാണ്, ഒരു വിശ്വാസമാണ്. ഇതിനകത്ത് വിഡ്ഢിത്തരമില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനകത്ത് മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറയുന്ന ചിലരെല്ലാം ചില വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുന്നു, പ്രവർത്തിക്കുന്നു. അതിന് ഇത് ഉത്തരവാദിയല്ല. അത് നിങ്ങൾ കണ്ണുറക്കുമ്പോൾ മനസ്സിലാവും. ഈ മനുഷ്യൻ ഈ പറഞ്ഞ വാക്ക് ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 29-ന്റെയും 39-ന്റെയും ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഇന്ത്യ രാജ്യത്തുണ്ടാവുമെന്ന് ഇയാൾ പറഞ്ഞെങ്കിൽ അത് അയാൾ ചുമ്മാ സ്വപ്നം കണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. 40 വയസ്സ് പൂർത്തിയായ ഒരു പുരുഷൻ, വാപ്പാടെ പേര് അബ്ദുള്ള, ഉമ്മാൻ്റെ പേര് ആമിന. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ആ മനുഷ്യൻ വരുമ്പോൾ ധാരാളം മുസ്ലിങ്ങൾ ആ മനുഷ്യനെ ബൈഅത്ത് ചെയ്യുന്നു. പരിപാവനമാവുന്ന കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആ മനുഷ്യൻ ഒരു പ്രഖ്യാപനം നടത്തും, അന മഹ്ദിയുൻ, ഞാൻ ഇമാം മഹ്ദിയാണ്. ആ നീതി പറയുന്നവരെ എതിർക്കുക, എന്നിട്ട് വസ്ത്രം ധരിക്കാത്തതിനെ ഇവിടെ. ഇന്നിപ്പോൾ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ നൂഹ് ഉസ്താദിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആലുവ യൂസി കോളേജിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന നൂഹ് മൗലവി മൗത്തായിപ്പി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മനുഷ്യനൊരിക്കൽ ഗൾഫിൽ ചെന്നിട്ട് ഒരു പ്രസംഗം നടത്തി. എത്ര ബുദ്ധിശൂന്യമാകുന്ന വിശ്വാസങ്ങളാ ബഹുമാനികളെ ലോകത്ത്. നമ്മളാരെയും ആക്ഷേപിക്കാൻ പറയല്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. നമുക്കങ്ങനെ പറയാനും പാടില്ലല്ലോ. ഒരു ഇതര മത സംസ്കാരത്തിൻ്റെ ആദർശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ ആക്ഷേപിക്കാൻ നിൽക്കണ്ട, ആക്ഷേപിക്കണമില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂഹ് ഉസ്താദ് എന്നിട്ടൊരു പ്രസംഗം നടത്തി അറബികളോട്. അയ്യുഹന്നാസ്, അറബി പത്രത്തിൽ മാസികയിലുണ്ടായി ആ പ്രസംഗം. മനുഷ്യരെ, ഹൽ തഅരിഫൂന മൻ യഅ്ബുദൂനൽ ഹജറ വശജറ വൽ ബഖറ വദ്ദക്കറ. അറബികളോട് ചോദിക്കാൻ, മനുഷ്യരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മരത്തിനെ ആരാധിക്കുന്ന വിശ്വാസികളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറബികൾക്കറിയില്ല. മരം വെട്ടി കത്തിക്കലല്ലാണ്ട് അവർ ആരാധിക്കാറില്ല. നമ്മുടെയൊക്കെ എത്രയോ NHകളുടെ സെൻറ്ററുകളിലാണ് മരം നിൽക്കുന്ന ബഹുമാനികളെ. തിരിയായിട്ടും തോരണമായിട്ടും പിന്നെ വിളക്കായിട്ടും ഒക്കെ ആരാധന നടക്കുന്നില്ലേ? അദ്ദേഹം രണ്ടാമത് ചോദിച്ചു, വൽ ഹജറ, കല്ലിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരത് കല്ല് വെട്ടി വീടും കൂടും ഉണ്ടാക്കലല്ലാതെ അവരത് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ രാജ്യത്ത് എത്രയോ നടക്കുന്നു കല്ലിനെ ആരാധിക്കുന്ന ശൈലി. വൽ ബഖറ, മൂപ്പര് മൂന്നാമത് ചോദിക്കാൻ, പശുവിനെ ആരാധിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? അറബികൾ അറുത്ത് തിന്നലല്ലാതെ അവർ ആരാധിക്കാറുണ്ടോ? നമ്മുടെ രാജ്യത്ത് എത്രയോ നടക്കുന്നു. പശുവിൻ്റെ പേരിൽ എത്രയോ മനുഷ്യന്മാരെ കൊല്ലുന്നു. ചാണകത്തിനെ പശു വിസർജിച്ചില്ല ഒരു നിലയ്ക്കും, അത് ഭൂമി ചാടാതെ വാരിയെടുത്തുകൊണ്ട് എത്രയോ ഓടുന്നു. മൂത്രമൊഴിക്കാൻ വേണ്ടി പശുവിൻ്റെ പുറകെ പാത്രമായിട്ട് എത്രയോ മനുഷ്യന്മാർ കിടക്കുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയല്ലേ? നാലാമത് മൂപ്പര് ചോദിച്ചു, വദ്ദക്കറ, ദക്കറിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പോൾ ഇന്നത്തെ കോടതി വിധി. ദക്കർ എന്താണെന്ന് മലയാളത്തിൽ പറയാൻ എനിക്ക് ലജ്ജയുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. നിങ്ങളുടെ മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൊച്ചിനോട് ചോദിക്കരുത്. അടുത്ത വീട്ടിൽ ഏതെങ്കിലും കൊച്ചുണ്ടെങ്കിൽ വിളിച്ചിട്ട്, ഇവിടെ മോനെ ഇഞ്ഞു വന്നടാ, ഈ ദക്കർ എന്ന് പറഞ്ഞാൽ കിട്ടാ. അപ്പം അത് കാക്കാതെ ഇന്ന സാധനം എന്ന് പറയും. ഇതാ ഇപ്പോൾ കോടതി ഓർഡർ ഇട്ടിരിക്കുക, ദക്കറിന് പരിപൂർണമാകുന്ന സംരക്ഷണം കൊടുക്കണം. എത്രയോ അടി നീളമുള്ള ദക്കറാണ് പള്ളിയുടെ ഹൗദിൻ്റെ അടിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. ഇതൊക്കെ ആരാധനയല്ലേ? മനുഷ്യൻ്റെ മുന്നിൽ പറയാൻ കൊള്ളാമോ?
എന്നാൽ ആ ഒരു പടപ്പിൻ്റെ തക്കർ മാത്രമാണോ ആരാധിക്കണം? അല്ല, ഉള്ള തക്കറൊക്കെ ആരാധിക്കുക. നിങ്ങൾ കണ്ടായിരുന്ന അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ഒക്കെ പടം ഉണ്ടായി. പൂർണ്ണ നഗ്നരായിട്ട് ഇങ്ങനെ നിരന്ന് പോവാ. ഇരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ കയ്യും കൂപ്പി ഓടി ചെന്നിട്ട് തക്കറയിലേക്കാണ് മുട്ടണം. എത്ര വികലമാകുന്ന വിശ്വാസം! ഇതിവിടെ നിലനിൽക്കണമെങ്കിൽ നീ അള്ളാന്ന് പറയുന്ന വിശ്വാസം ഇവിടുന്ന് പോകണ്ടേ? പടപ്പേ വേണ്ടേ? അല്ലാണ്ട് നിങ്ങളോടൊരു വൈരാഗ്യമില്ല. വിശ്വാസപരമാകുന്ന ഏറ്റുമുട്ടല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം മുതൽക്കൊണ്ട് ഇന്ന് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് കടുത്ത പരീക്ഷണം. ഈ പരീക്ഷണത്തിൽ നമ്മൾ എടുക്കേണ്ട നയം ഏതാ? അതാ ഞാൻ പറയാൻ പോണേ. നമ്മളെടുക്കേണ്ട നയം ഏതാ? നമ്മൾ അവരെ കൊല്ലാനും അവരെ എതിർക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മളെടുക്കേണ്ട നയം ദൈപ്പം ഞാൻ പറഞ്ഞുതരാം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വഇമാദുദ്ദീൻ നബിയുനാ റസൂലുള്ളാഹി. അതാണ് നമ്മുടെ നയം. ഇപ്പോൾ ശ്രദ്ധിച്ച. അപ്പം നിങ്ങൾ ഒറ്റപ്പെടാനുള്ള കാരണം ഞാൻ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന്, പലിശയെ നിങ്ങൾ മാത്രം ലോകത്ത് എതിർക്കുന്നു. രണ്ട്, വ്യഭിചാരത്തിന് നിങ്ങൾ മാത്രം ലോകത്ത് എതിർക്കുന്നു. വ്യഭിചാരം വരാതിരിക്കാനാണ് ഹിജാബ്. അതിനെ എതിർക്കുന്നവരുടെ 21 വയസ്സ് വിവാഹപ്രായം എത്തിച്ചു. എന്താ കാരണം? എന്താ? 19 വയസ്സായ ഒരാണും പെണ്ണും ഒരു ലോഡ്ജിൽ വന്ന് വ്യഭിചരിക്കുകയാണ്. പോലീസിന് ന്യൂസ് കിട്ടി. അവർ പോയി പരിശോധിച്ചു, പുറത്തിറക്കി. നിന്റെ വീട് എവിടെയാ? എൻ്റെ വീട് അവിടെ. നിന്റെ വീട് എവിടെയാ? അവിടെ. നിങ്ങൾ എന്തിനാണ് രണ്ടാളും ഈ റൂമിൽ വന്നത്? ഞങ്ങൾ സ്വയം പരസ്പരം സമ്മതിച്ച് തൃപ്തിപ്പെട്ട് ഇവിടെ വന്നതാണ്. പോലീസ് ചൂര് പോലെ അങ്ങ് പോകും. ആ സ്ഥാനത്ത് 21 വയസ്സെത്തുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഒരു കാക്ക മോളെ നിക്കാഹ് ചെയ്താൽ കാക്ക ജയിലിൽ പോകും. വ്യഭിചാരത്തിനെ പ്രോത്സാഹിപ്പിച്ചോ? ഇന്ന് വ്യഭിചാരശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥയിലെത്തിയില്ലേ? പണ്ടൊക്കെ ബോംബെയിൽ നിന്ന് വേശ്യകൾ കൈകാട്ടി വിളിക്കുന്ന അവസ്ഥയെത്തിയെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ വരെ നേരം സന്ധ്യയായാൽ കൈകാട്ടി വിളിക്കുകയല്ലേ? NH-ന്റെ നടുക്കുള്ള മീഡിയയിൽ കയറുന്നുകൊണ്ട് വേശ്യകൾ കൈകാട്ടി വിളിക്കുകയല്ലേ? ഫുഷുഫുസിന, വ്യഭിചാരം വ്യാപകമായി. ലോകത്തിനെ എതിർക്കുന്ന ഏക പ്രസ്ഥാനം നിങ്ങൾ മാത്രം. ബാക്കി എല്ലാം മറുഭാഗത്ത്. നിങ്ങൾ ഒറ്റപ്പെട്ട. ലോകത്തെ ലഹരിയെ എതിർക്കുന്ന ഏക മതം പരിശുദ്ധ ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂൽ ഇന്നമൽ ഖംറു വൽ മൈസറു എന്ന് പറഞ്ഞിട്ട് ഖുർആൻ. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു ഖംറിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നിഷിദ്ധമാണ്. ഇന്നഹു റഅസ കുല്ലി ഫാഹിശത്തിൻ, എല്ലാ തെറ്റുകളിലേക്കും നിങ്ങൾ എത്തിക്കുന്നത് ലഹരിയാണ് കേട്ടോ, അടുക്കല്ലേ. ലഹരി രാജാക്കന്മാരും മദ്യരാജാക്കന്മാരും ലോകത്ത് വാഴുമ്പോൾ, കോടിയുടെ ബിസിനസ് ലോകത്ത് മദ്യത്തിന്റെ പേരിൽ നടക്കുമ്പോൾ, ലോകത്ത് മുസ്ലിം സമുദായം മാത്രം ലഹരി എതിർക്കുകയും മറുഭാഗത്തുള്ള സർവരും മദ്യത്തിനെയും മയക്കുമരുന്നിനെയും അനുകൂലിക്കുകയും ചെയ്യുന്നു. ഇല്ലേ? നിങ്ങൾ ഒറ്റപ്പെട്ട. നിങ്ങളെ ഒറ്റപ്പെടാനുള്ള കാരണങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇവിടെയുള്ള ചില വിവരദോഷികൾ പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടത്. അങ്ങനെയല്ല. നമ്മുടെ ഈ നല്ല സംസ്കാരത്തിന് ലോകത്ത് മൊത്തം എതിർക്കപ്പെടുകയാണ്. ബഹുമാനികളെ, ആഖിർ സമാന്റെ അടയാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദത്തുഹിദൽ ഫൈഉ ദിവല, പൊതുമുതൽ ധൂർത്തടിക്കുന്ന കാലഘട്ടം വരും നിങ്ങൾ അതിനെ കർശനമായി കൈകാര്യം ചെയ്യണം. തൊപ്പി തുന്നി ഉപജീവനം നടത്തിയ ഔറംഗസീബാണ് ഇപ്പൊ ഇന്നത്തെ പത്രത്തിനകത്ത് ഇന്നത്തെ കോടതി വീതിയിൽ വന്നിരിക്കുന്ന വിഷയം. ഔറംഗസീബാണ് അവിടെ ക്ഷേത്രം തകർത്തിട്ട് പള്ളി ഉണ്ടാക്കിയത്. ആ മനുഷ്യൻ ജീവിച്ചത് എങ്ങനെയാ? തൊപ്പി തുന്നി കിട്ടുന്ന വേതനം കൊണ്ടിട്ട് ആ മനുഷ്യൻ. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു പൊതി, പ്രിയപ്പെട്ട സഹധർമ്മിണി സയ്യിദത്തുന ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇതെന്താണിത്? കുറെ നാണയത്തുട്ടുകളാണ്. എന്തിനാണ്? അങ്ങയുടെ കുപ്പായത്തിൽ എത്ര ദ്വാരങ്ങളാന്ന് നോക്കി, എത്ര തുന്നലുകളാന്ന് നോക്കിക്കേ. ഒരു പുതിയ കുപ്പായം വാങ്ങിക്കാനുള്ള പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി? അങ്ങക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്നും ഓരോ നാണയം ഞാൻ എടുത്തു മാറ്റി വെച്ചു. അങ്ങനെ സമ്പാദിച്ചതാണ് ഈ പണം. ഉടനെ സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തു, എനിക്ക് ഡെയിലി തരുന്ന വേതനത്തിൽ 1 റിയാൽ വെട്ടിക്കുറയ്ക്കണം, ബാക്കി തന്നാ മതി. കാരണം എന്താ? എന്റെ ഉപജീവനത്തിന് 1 റിയാൽ അധികപ്പറ്റാണ്. ഈ നിലയ്ക്ക് ബൈത്തുൽ മാലിനെ സൂക്ഷിച്ച ഭരണാധികാരി. ചുമ്മാതിയല്ല മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തിന് ഒരു സന്തോഷകരമാകുന്ന ജീവിതം, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു സുസ്ഥിരമാകുന്ന ജീവിതം ഉണ്ടാകണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ റളിയല്ലാഹു അൻഹു ഭരണം വരണമെന്നാണ്. എന്തേ അങ്ങനെ മഹാത്മാഗാന്ധി പറയാൻ കാരണം? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി മഹാത്മാഗാന്ധിജി പഠിച്ചു.
ഇന്നുള്ളവന്മാർ പഠിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിന്റെ പേര് കാണുമ്പോൾ വെട്ടി കാട്ടിക്കളിയാണ്. ഇല്ലടോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭരണാധികാരി എങ്ങനെ എടുത്തു തരാനില്ല, ലോകത്തില്ല, കഴിയില്ല. ഈ നിലയ്ക്ക് പൊതുമുതൽ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ സാദൽ ഖബീലത്തും അഫാസിഖഹും, ആഖിർ സമാൻ എത്തുമ്പോൾ ഭരണത്തിൽ വരുന്നവർ കുറ്റവാളികളായിരിക്കുമെന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഭരണത്തിനോട് ഒട്ടി നിൽക്കുന്നവരാ ബാക്കിയുള്ളത്. ലക്ഷക്കണക്കിന് രൂപ പാസ്സാക്കിയിട്ട് ഒരു ചെറിയ തോടുണ്ടാക്കുന്നത്, ഒരു പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ തോടുണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ. അവിടെ ഒരു 10,000ന്റെ മുടക്കേ വരുള്ളൂ, ബാക്കി പണം അങ്ങോട്ട് പോയി. ഇതിന്റെ പേരാണ് പൊതുമുതൽ ധൂർത്തടിക്കുക. ഇതിനെ ആകാശത്തിന്റെ താഴെ എതിർക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇസ്ലാം മാത്രം. ബാക്കിയുള്ളൊരു മൊത്തം ഒരു ഭാഗത്തായോ? നിങ്ങൾ പറ. ഇങ്ങനെ ഞാൻ എണ്ണി എത്ര വേണമെങ്കിലും പറയാം. ഇങ്ങനെ സത്യത്തിന്റെ ഭാഗത്ത് ഇസ്ലാം മുസ്ലിം നിൽക്കുമ്പോൾ, അസത്യത്തിന്റെ ഭാഗത്ത് മറുഭാഗം നിൽക്കുമ്പോൾ, മറുഭാഗം ഒറ്റപ്പെടുന്നു മുസ്ലിങ്ങൾ, അല്ല മറുഭാഗം ഒരുമിക്കുന്നു, മുസ്ലിങ്ങൾ ഒറ്റപ്പെടുന്നു. ഇതാണ് യൂഷിക്കു അൻ തദഅ അലൈക്കുമുൽ ഉമമു കമാ തദഅൽ അഖിലത്തു ഇലാ ഖിശ്അത്തിഹാ. നിങ്ങളെ ഇനി മൊത്തം ഇവിടുന്ന് ഇല്ലാണ്ടാക്കിയെങ്കിലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. അത് തന്നെ, നിങ്ങളിവിടെ നിന്നാൽ ഈ പറഞ്ഞ ഒരു പദ്ധതി ഓടൂല. അതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക. ഈ ഒരു നിലവാരത്തിലേക്ക് സമുദായം എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്കുള്ള പരിഹാരമാർഗം എന്താ? ഹദീസ് ഞാൻ ബാക്കി ഓതണില്ല. പരിഹാരമാർഗം എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു. എല്ലാ ഭാഗത്തുനിന്നും ഭീഷണിയാണ്, സ്വസ്ഥതയില്ല. എല്ലാ ഭാഗത്തും അസ്വസ്ഥതയാണ്, സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ല. എല്ലാ ഭാഗത്തും അക്രമങ്ങൾ അഴിഞ്ഞാടുകയാണ്. അഭയാർത്ഥി ക്യാമ്പിൽ കയറിയാണ് ജൂതപ്പട്ടാളം മുസ്ലിം പെൺകുട്ടികളെ വെടിവെച്ചു കൊല്ലുന്നത്, ചെറുപ്പക്കാരെ വെടിവെച്ചു കൊല്ലുന്നത്. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ കയറിയ ചെറുപ്പക്കാരെയാണ് ജൂതപ്പട്ടാളം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുമ്പോൾ ഭരണരംഗത്ത് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ, കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തി കിട്ടാൻ, അധികാരികളുടെ ഭാഗത്ത് നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടാൻ നിങ്ങൾ ആയുധമെടുക്കുന്ന നബീന റസൂലുള്ളാഹി. ഏതാണോ ആയുധം? തെറ്റിദ്ധരിക്കണ്ട. നീ എടുക്കേണ്ട ആയുധം പ്രാർത്ഥനയാണ്, ദുആയാണെന്ന് നബീന റസൂലുള്ളാഹി.